കർത്താവിൻ്റെ വലിയൊരു നാമത്തിന് സ്തോത്രം. ഇന്ന് പകൽവേളയിൽ ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ സ്ഥിതിയിലേക്ക് ആയിരിക്കാൻ കർത്താവ് ചെയ്ത വലിയൊരു അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട ദേവദാസന് കുടുംബത്തിനും അതുപോലെ എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ വലിയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. സമയം വളരെ മുന്നോട്ട് പോയി. കഴിഞ്ഞ ദിവസം ഞങ്ങൾ നാട്ടിലേക്ക് പോകേണ്ട ഒരു വിഷയമുണ്ടായിരുന്ന ചെറിയ തടസ്സം ഉള്ളതുകൊണ്ടാണ് ഈ ആഴ്ചയും ഇവിടെ വന്ന് ഞങ്ങളോട് കൂടെ ഒന്നിച്ച് ആരാധിപ്പാൻ കർത്താവ് സഹായിച്ചത്. നിങ്ങൾ കാണിച്ച എല്ലാ ദിവസങ്ങളിൽ വന്നപ്പോൾ കാണിച്ച എല്ലാ കൂട്ടായ്മയ്ക്കും എല്ലാ സ്നേഹത്തിനും എല്ലാത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ് സഹായിക്കട്ടെ. നിങ്ങൾ ഞങ്ങളെ ഓർക്കുമ്പോൾ പ്രാർത്ഥനയിൽ ഓർക്കണം. സമയം വളരെ മുന്നോട്ട് പോയിരിക്കുന്നു. ഇപ്പോൾ ദേവദാസൻ പറഞ്ഞ വിഷയം ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഇങ്ങനെ വായിക്കുന്നു. അമ്മോന്യരും മോബാബ്യരും ആരാന്നറിയാമോ? ലോത്തിൻ്റെ മക്കൾ. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് അവരോട് പടയെടുക്കരുത്, അവരതിൽ പോകുമ്പോൾ തൊട്ടു പോകരുത്, അവർക്ക് നിങ്ങൾക്ക് ഇടം തരത്തില്ല. അത് ഞാൻ പറയാൻ കാര്യം, ആ ചരിത്രം നിൽക്കുമ്പോൾ അവരെ തുടരുതെന്ന് പറഞ്ഞു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ആ ദേശത്ത് വന്ന് പാർത്തു. രാജാക്കന്മാരുടെ കാലഘട്ടം വന്നപ്പോൾ, ഹിസ്കിയാവിൻ്റെ കാലഘട്ടം വന്നപ്പോൾ രാജ്യം രണ്ടായി മാറി. ഒന്ന് യഹൂദ, മറ്റൊന്ന് ഇസ്രായേൽ. 10 ഗോത്രം, ബെന്യാമിനും യഹൂദയും 2 ഗോത്രം. അവർ ചെറിയ ഗോത്രം വന്ന് നിൽക്കുമ്പോൾ ആരൊക്കെ വന്നെന്നറിയോ? അമോന്യരും. 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായമാണ്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അമോന്യരും മോവാബ്യരും സെയീരും, ഇവർ 3 കൂട്ടം, വലിയൊരു കൂട്ടം ആരുടെ നേരെ വന്നിരിക്കുന്നു? ഹിസ്കിയാവിൻ്റെ നേരെ വന്നു. അവരെന്ത് ചെയ്യും? അവർ ഹിസ്കിയാവ് നോക്കും, വലിയൊരു കൂട്ടമാണ്, ഇവർ ചെറിയ 2 ഗോത്രമേ ഉള്ളൂ, എന്ത് ചെയ്യും? അവർ ദൈവത്തോട് നിലവിളിച്ച് ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. അവിടെ ഇപ്പം നമ്മൾ പാടിയപ്പോൾ പാട്ടിൻ്റെ കാര്യം പറഞ്ഞു. അവിടെ ആ അധ്യായം വായിച്ചാൽ അറിയും, ഒരു പാട്ടാണ് പാടിയത്. പാട്ട് യുദ്ധമാണ്. ആമേൻ. നമ്മൾ ഓർക്കണം, പാട്ട് നിസ്സാരമായ കാര്യമല്ല. പാട്ട് നമുക്കറിയാം. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിലുണ്ട്. അവിടെയും ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട്. പേരെന്താ? പറ. അത് തന്നെ, ദെബോര ഒരു പാട്ട് പാടി. യുദ്ധം യഹോവയ്ക്കുള്ളതാ. യുദ്ധത്തിൻ്റെ കാര്യം പറയാൻ ഇസ്രായേൽ യുദ്ധം നിർത്തിയത് കൊണ്ടല്ലേ ഞാൻ യുദ്ധം തൊട്ടേനെ. അത് സഹായിക്കട്ടെ. ഞാൻ അങ്ങോട്ടൊന്നും പോകാൻ സമയമില്ല, എൻ്റെ സമയപരിധി. അപ്പോൾ ഒരൊറ്റ പാട്ട് ആ ദെബോര പാടിയപ്പോൾ അവിടെ അവൻ ദൈവത്തിൻ്റെ ദൂതന്മാരിവിടെ ഇറങ്ങി. ഈ പറയുന്ന ഹിസ്കിയാവും എങ്ങനെയാ യുദ്ധത്തിന് പോയത്? നല്ല വിശുദ്ധ വസ്ത്ര അലങ്കരിച്ച് ഒരു പാട്ടൊക്കെ പാടി സ്തോത്രം ചെയ്ത് ആരാധന തുടങ്ങിയപ്പോൾ ഇങ്ങനെയാണ് 20-ാം അധ്യായം അതിൻ്റെ 22, 23 വാക്യം ഇങ്ങനെ വായിക്കുന്നത്. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ ആമൻ അവിടെ ആര് വന്നു? പതിയിരുപ്പുകാരെ വരുത്തി. ആമൻ. ദൈവമക്കൾ, ഇതൊക്കെ വചനം വായിക്കണം, വായിച്ചാലേ മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം മനസ്സിലാവുള്ളൂ, ദൈവം പ്രവർത്തിക്കുന്ന രീതി. നിങ്ങൾ ഒരു പാട്ട് പാടിയാൽ, ഇവിടെ നമ്മൾ അറിയാം, ആരെ പിടിക്കാൻ വന്നിരിക്കുന്നു? ഏലീശ പ്രവാചകനെ പിടിക്കാൻ ആര് വന്നിരിക്കുന്നു? ഒരു പട്ടാളം വന്നിരിക്കുന്നു. പട്ടാളം എന്ന് പറഞ്ഞാൽ വലിയ ഒരു ബറ്റാലിയൻ വന്നിരിക്കുന്നു. മല നിറച്ച് ചുറ്റും നിറഞ്ഞിരിക്കുന്നു. ഏലീശ കണ്ണുകൊണ്ട് നേരത്തെ കണ്ടു, അതിലും വലിയ ഒരു സൈന്യം എൻ്റെ നേരെ എവിടെയുണ്ട്? എന്താ ആ സൈന്യത്തിൻ്റെ ആമൻ എങ്ങനെ എഴുതിയിരിക്കുന്നത്? എങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? അഗ്നി, സ്തോത്രം, അഗ്നിരഥങ്ങളും അഗ്നിയശങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നു. ആമൻ. ഇന്ന് നമ്മളിവിടെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തിൻ്റെ വനം നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. അത്ര പ്രൊട്ടക്ഷനിലാണ് നാം ആയിരിക്കുന്നത്. മക്കൾ ഓർക്കണം, നമ്മൾ ഓർക്കണം, നാം ഇരിക്കുന്ന മണ്ഡലം വെറുതെയല്ല. വചനം എഴുതി വെച്ചിരിക്കുന്നത്, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കണം. ആമൻ. ആ പ്രൊട്ടക്ഷനോട് കൂടിയാണ് ദൈവം കാക്കുന്നത്. ആമേൻ. ദൈവമക്കൾ ഓർക്കുക, ആ മണ്ഡലത്തിൽ കൂടിയാണ് നാം ഇരിക്കുന്നത്. നമ്മുടെ ചിന്തയ്ക്കായി ഒരു ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. സമയത്തിന് പരിമിതി ഉണ്ട്, പെട്ടെന്ന് വായിക്കാം. സംഖ്യാപുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 17, 18, 19, 20 4 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. 17, 18, 19, 20 4 വാക്യങ്ങൾ വായിച്ചാട്ടെ. മേഘം കൂടാരത്തിന്മേൽ നിന്ന് പൊങ്ങുമ്പോൾ ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെടും. മേഘം നിൽക്കുന്നിടത്ത് അവർ പാളയമിറങ്ങും. യഹോവയുടെ കൽപ്പന പോലെ ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെടുകയും യഹോവയുടെ കൽപ്പന പോലെ പാളയമിറങ്ങുകയും ചെയ്തു. മേഘം തിരുനിവാസത്തിന്മേൽ നിൽക്കുമ്പോഴേക്കും അവർ പാളയമടിച്ച് താമസിക്കും. മേഘം തിരുനിവാസത്തിന്മേൽ ഏറെ നാൾ ഇരുന്നുവെങ്കിൽ ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെടാതെ യഹോവയുടെ ആജ്ഞ കാത്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ മേഘം തിരുനിവാസത്തിന്മേൽ കുറേ നാൾ ഇരിക്കും. അപ്പോൾ അവർ യഹോവയുടെ കൽപ്പന പോലെ പാളയമിറങ്ങിയിരിക്കും.
പിന്നെ യഹോവയുടെ കൽപ്പന പോലെ യാത്ര പുറപ്പെടും. അപ്പോൾ മേഘം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. ഇവിടെ ദേവദാസൻ ശുശ്രൂഷിച്ചപ്പോൾ പറഞ്ഞു, ഇസ്രായേൽ നമ്മൾ എവിടെയിട്ടാണ് പോകുന്നത്? നിത്യതയിലേക്ക് പോവുകയാണ്. നമ്മളെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ ഈ പോകുന്നത് എങ്ങനെയാ? ദൈവത്തിന്റെ ആ നടത്തിപ്പിന്റെ രീതി പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവത്തിന്റെ പ്രത്യേക ഒരു രീതിയുണ്ട്. അങ്ങനെ ആത്മീയമായി പഠിച്ചാലേ നമുക്ക് മനസ്സിലാകുള്ളൂ. മേഘം അവരെ നടത്തുന്ന ഒരു രീതി. ആമേൻ. ദൈവത്തിന്റെ മേഘത്തെ കുറിച്ച് വിശേഷിപ്പിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. മേഘം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് സാമ്യമാണ്. ആമേൻ. പുതിയ നിയമത്തിലും നടത്തുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാ. നിയമങ്ങൾ ഓർക്ക് നമ്മളെ ഓരോ നിമിഷവും നടത്തുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അപ്പം മേഘം, ആമേൻ, മേഘം ഇങ്ങനെ നോക്കുക. നമുക്കറിയാം, ഇവിടെ നവംബർ തുടങ്ങി മാർച്ച് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇവിടെ നല്ല മഞ്ഞുണ്ടാകും അല്ലേ? ആ മഞ്ഞ് വരുമ്പോൾ അതെല്ലാം നിങ്ങൾ നാളെ കരുതി. ഇവിടെ ഒരു ദൈവദാസൻ പറഞ്ഞു, മേഘം പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞു. ആ മേഘം എന്നിലേക്ക് പ്രവേശിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ദുർവ്യാഖ്യാനമൊന്നും നിങ്ങൾ പറയരുത്. ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞു, മേഘം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് സാമ്യം. പലതും പറഞ്ഞു. വെള്ളത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, തീയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, കാറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയും ദൈവത്തിന്റെ വചനത്തിന്റെ ആ പ്രത്യേകതയാണ്. ഇവിടെ വായിക്കുന്നത് മേഘം പൊങ്ങി കാണുമ്പോൾ ഇസ്രായേൽ എങ്ങനെ യാത്ര പുറപ്പെടും. എങ്ങനെ കൂടാരമടിച്ച് താമസിക്കുക. ഇസ്രായേലിന് എവിടെയായിരുന്നു അറിയോ താമസം? എവിടെ അവർ താമസിച്ചത്? ആമേൻ. അവിടെ മിസ്രയീമിൽ നിന്ന് അവരെ മോശ മുഖാന്തരം കൊണ്ടുവന്നു. ഇപ്പോൾ മരുഭൂമിയിൽ മോശയോട് പറഞ്ഞു. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 8-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. ഞാൻ അവരുടെ മധ്യേ വസിക്കേണ്ടതിന് നീ എനിക്കൊരു ആലയം ഉണ്ടാക്കണം. അവിടെ തുടങ്ങുന്നത് എന്തിനാ? അവരുടെ മധ്യ എനിക്ക് വസിക്കണം. അതിന് നീ എന്ത് ചെയ്യണം? ഒരു ആലയം ഉണ്ടാക്കണം. ആലയം ഉണ്ടാക്കി കഴിഞ്ഞ് എപ്പോഴോ നോക്കുക, മോശയോടാ പറഞ്ഞത് 25, 26, 27, 28, 20, 30 വരെ ഉള്ള അധ്യായങ്ങൾ അതിൻ്റെ സകല പ്ലാൻ അവിടെ കൊടുത്തിരിക്കുന്നു. ആമൻ. മേഘം. അത് കഴിഞ്ഞ് നമുക്ക് സംഖ്യാപുസ്തകത്തിൽ പഠിച്ചാൽ തന്നെ ഈ മേഘം പുറപ്പെടുന്ന രീതിയുണ്ട്. അവിടെ താമസിക്കേണ്ടതായ ഒരു രീതിയുണ്ട്. അത് സംഖ്യാപുസ്തകം 2-ാമത്തെ അധ്യായത്തിലാണ്. 12 ഗോത്രമാ. ഈ 12 ഗോത്രത്തിനും ഓരോ സ്ഥലത്തും 12 ഗോത്രം നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊന്നും താമസിക്കാൻ പറ്റത്തില്ല. അതിനൊക്കെ രീതിയുണ്ട്. ആത്മീയ ഗോളത്തിൽ രീതിയുണ്ട്. ദൈവത്തിന്റെ വചനം ഇങ്ങനെ വായിക്കുന്നത്, നിങ്ങൾ കൂടി വരുമ്പോൾ ഒരുത്തന് സങ്കീർത്തനമുണ്ട്, ഒരുത്തന് സാക്ഷ്യമുണ്ട്, ഒരുത്തന് ദൂതുണ്ട്, ഒരുത്തന് പാട്ടുണ്ട്. ഇങ്ങനെയാണ് സഭ ആത്മീയമായി മുമ്പോട്ട് പോകുന്നത്. നിങ്ങളിവിടെ വരുമ്പോൾ എല്ലാം പാസ്റ്ററയാക്കരുത്. സഹോദരന്മാർ വളർന്നു വരണം, പാട്ടുപാടാൻ. ഇവിടെ സഹോദരന്മാരുണ്ടല്ലോ, അതിനെ ഞാൻ നന്ദി പറയുന്നു. പ്രബോധിപ്പിക്കുന്ന സഹോദരന്മാർ വേണം. ആമേൻ. അങ്ങനെയാണ് സഭ ആത്മീയമായി വളരുന്നത്. അവൻ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ സഭ ഈ മരുഭൂമിയിൽ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് പാർക്കാൻ അവർ കൂടാരം അടിച്ചു കഴിഞ്ഞപ്പോൾ വടക്കും 3 ഗോത്രം. 3 ഗോത്രം ഏതൊക്കെയെന്നറിയാമോ? സ്തോത്രം. ഇസ്സാഖർ, സെബുലൂൻ, ഗാദ്. ഈ 3 ഗോത്രം മാത്രം വടക്കേ. അവർക്ക് ഏത് മേഖലയാണെങ്കിലും അവർക്ക് അവിടെ മാത്രമേ താമസിക്കാൻ പറ്റുകയുള്ളൂ. സംഖ്യാപുസ്തകത്തിൽ നിങ്ങൾ വായിച്ചാൽ മതി, അവിടെ വ്യക്തമായിരിക്കുന്നു. 12 ഗോത്രം പറഞ്ഞ സ്ഥലത്ത് മാത്രമേ അവർക്ക് താമസിക്കാൻ പറ്റത്തുള്ളൂ. അവർ താമസിക്കുമ്പോൾ അവരുടെ കൂടാരം അടിച്ചു. അതിൻ്റെ മധ്യനിധിയാണ് മേഘം ഇങ്ങനെ ഉയരും. സ്തോത്രം. ഉയർന്ന് കണ്ടു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യും? കൂടാരം പറിക്കും. നമ്മൾ ഇങ്ങനെ ദൈവസന്നിധിയിൽ എപ്പോഴാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരൊറ്റ കാര്യമുള്ള, എന്ത് ചെയ്യണം? ദൈവത്തിന്റെ കാഹളം ധ്വനിക്കണം. നമുക്ക് ഇപ്പൊ മേഘമല്ല, ഇപ്പൊ കാഹളമാ. കാഹളം ധ്വനിച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് കുറ്റി പറിച്ചു പോകണം. നമുക്കറിയാം, പുറപ്പാട് പുസ്തകം തന്നെ അപ്പോൾ എടുത്തോട്ടെ, 40-ാം അധ്യായം അതിൻ്റെ 34, 35, 36 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. അപ്പോൾ അതിന്റെ പശ്ചാത്തലം നമുക്ക് മനസ്സിലാകുള്ളൂ. 40-ാം അധ്യായം അതിന്റെ. അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി, യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചു. മേഘം സമാഗമന കൂടാരത്തിന്മേൽ അധിവസിക്കുകയും യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറയ്ക്കുകയും ചെയ്തതുകൊണ്ട് മോശയ്ക്ക് അകത്ത് കടപ്പാൻ കഴിഞ്ഞില്ല. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സകല പ്രയാണങ്ങളിലും മേഘം തിരുനിവാസത്തിന്മേൽ നിന്ന് ഉയരുമ്പോൾ യാത്ര പുറപ്പെടും. കണ്ടോ? മോശയാണ് ഈ 40-ാം അധ്യായത്തിൽ നാം പഠിക്കുമ്പോൾ ദൈവമക്കൾ വളരെ ശ്രദ്ധിക്കണം. അവിടെ എങ്ങനെ ഇരിക്കുന്നു? എൻ്റെ ദാസനായ മോശ. അവിടെ പല പ്രാവശ്യം ആ അധ്യായത്തിൽ തന്നെ എഴുതി. യഹോവ പറയുകയാണ്, എൻ്റെ ദാസനായ മോശയോ അങ്ങനെ തന്നെ ചെയ്തു. എങ്ങനെ? 25 മുതൽ ഈ പറഞ്ഞ അധ്യായങ്ങളിൽ പറഞ്ഞ ആ സ്വരം അവിടെ നിന്ന് കാണിച്ച മാതൃക പ്രകാരം തന്നെ
അങ്ങനെ പണിഞ്ഞ് 40-ാം അധ്യായത്തിൽ പൂർത്തീകരിച്ചപ്പോൾ അപ്പോൾ ദൈവമാ പറഞ്ഞത്, എന്റെ ദാസനായ മോശ ഈ കൂടാരം അടിച്ച് തീർത്ത് കഴിഞ്ഞപ്പോൾ അതിന്റെ 33 ഒന്ന് വായിച്ചു. 33. അവൻ തിരുനിവാസത്തിലും യാഗപീഠത്തിനും ചുറ്റും പ്രകാരം നിർത്തി, പ്രകാരവാതിലിന്റെ മറശ്ശീല തൂക്കി, ഇങ്ങനെ മോശ പ്രവൃത്തി പൂർത്തിയാക്കി. കണ്ടോ, ഇങ്ങനെ എല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ അവിടേക്ക് എന്താ ഇറങ്ങി വന്നത്? ദൈവത്തിന്റെ ആ സാന്നിധ്യം, മേഘം. ആ മേഘം നടത്തുന്ന വിധമാ ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്. ഈ മേഘത്തിന്റെ കീഴിലാണ് ഇസ്രായേൽ നടത്തുന്നത്. അവരെ നടത്തുന്ന ഒരു മേഘം അവർക്കുണ്ടായിരുന്നു. ആ മേഘത്തിന്റെ കീഴിലായിരുന്നു. നമ്മൾ പാടാറുണ്ട്, പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിത്തൂണിൽ. സങ്കീർത്തനം 105 39 ഇങ്ങനെ പകൽ മേഘസ്തംഭത്തിലും രാത്രിയിൽ ആ ഒരു അഗ്നി തൂണിലും അവരെ വഴി നടത്തി. അങ്ങനെ നടത്തുന്ന ഒരു ദൈവത്തെയാ നാം സേവിക്കുന്നത്. സ്തോത്രം. മോശ കൂടാരമടിച്ചു. നോക്കുക, മോശയാണോ ഇതെല്ലാം ചെയ്തത്? ആണോ? ആരാ ചെയ്തത്? സ്തോത്രം. ആരാ ചെയ്തത്? നമുക്കറിയാം. 31-ാം അധ്യായം വായിച്ചാൽ, പുറപ്പാട് പുസ്തകം 31 ഇങ്ങനെ വായിച്ചു. ഇങ്ങനെ യഹൂദ ഗോത്രത്തിൽ ഊരിന്റെ മകനായിരിക്കുന്ന ആ ബെസലേലിനെ ഞാൻ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ദാൻ ഗോത്രത്തിൽ അഹോയ്മാസിന്റെ മകനായിരിക്കുന്ന ഒലീഹോവിനെ ഞാൻ എന്ത് പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. അവരാണ് എൻ്റെ ഈ വേലയ്ക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നത്. അവരാ. സ്തോത്രം. ആ 2 പേരെ മോശ ഇവിടെ പറഞ്ഞത് പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം അതിന്റെ അവസാനത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, എന്റെ ദാസനായ മോശയോ അങ്ങനെ തന്നെ ചെയ്തു. ആമേൻ. എന്ന മോശയല്ല ഈ പ്ലാനൊക്കെ ചെയ്തവരാ ബെസലേലും ഓഹോലിയാബും. അവരാണ് അതിന്റെ ആലയത്തിന്റെ പണി പൂർത്തീകരിച്ചത്. നമുക്കാരെങ്കിലും ഒരു കാര്യം സഭയിൽ ഒരു ഔദ്യോഗികമായ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ആരാ? ഞാൻ മുഖേന? നോ. സ്തോത്രം. അവരാരും ഒരൊറ്റ വാക്ക് ആ ബെസലേലും ഓഹോലിയാബും ഒരിക്കൽ പോലും എവിടെയും ഞങ്ങളുടെ പണിയല്ല, ഇതെവിടെ ആരുടെ പണിയാണ്? ഇത് ദൈവത്തിന്റെ പണി. അങ്ങനെ നിങ്ങൾ കരുതാവോ? നിങ്ങൾക്കൊരു പാട്ട് പാടാൻ തന്നെങ്കിൽ അത് പാടിക്കോണം. പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയാൽ പ്രാർത്ഥിച്ചോണം. സാക്ഷ്യം പറയാൻ അവസരം കിട്ടിയാൽ പറഞ്ഞോണം. ആരും പുകഴരുത്. ആമേൻ. ഇത് ദൈവത്തിന്റെ വേലയാ. ആരെ ഏൽപ്പിച്ച ദൈവദാസനുണ്ട്, അവരോട് കൂടെ നിന്നോണം. അങ്ങനെ ചെയ്താൽ ദൈവം ശക്തിപ്പെടുത്തും. അവരെ ബലപ്പെടുത്തി അവരെ കൂടെയാണ്. ആ പണി പൂർത്തിയായി കഴിഞ്ഞപ്പോൾ അവിടേക്ക് എന്ത് ചെയ്തു? ദൈവത്തിന്റെ ശെക്കേന, അതായത് മേഘം ഇറങ്ങി വന്നു. ആ മേഘം ഇങ്ങനെ ഇറങ്ങി വന്ന് കഴിഞ്ഞപ്പോൾ നോക്കുക, ആ പുറപ്പാട് പുസ്തകം, സംഖ്യാപുസ്തകത്തിന്റെ ആ പശ്ചാത്തലം 49-ാം അധ്യായം അതിന്റെ 17, 18, 19, 20 വാക്യങ്ങളാണ് നാം വായിച്ചത്. അവരിങ്ങനെ പോകുകയാണ്. അവർ നോക്കുമ്പോൾ അവര് പ്രദേശം നോക്കുക, ഈ ഗോത്രത്തിന്റെ കിഴക്ക് വശത്താരാണ് താമസിക്കുന്നത്? ആമൻ. അഹ്റോനും മോശയും കുടുംബമാണ്. അവർ രാവിലെ എന്താ നോക്കുന്നത് അറിയാമോ? ഈ ശെക്കേന ഇവിടുന്ന് പൊന്തിയിട്ടുണ്ടോ? ആമേൻ. അവര് നോക്കുന്ന രാവിലെ എഴുന്നേറ്റാൽ നമുക്ക് പ്രഭാതം, നമ്മൾ പണ്ടൊക്കെ കേരളത്തിലൊക്കെ ആണെങ്കിൽ രാവിലെ സൂര്യൻ ഉദിച്ചു വന്ന് നമ്മൾ നോക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ ഒന്നും നോക്കാറില്ല. എന്നാൽ മോശയും അഹ്റോനൊക്കെ ആദ്യം നോക്കുന്നത് എന്തെന്നറിയാമോ? ഈ മേഘം ഇവിടുന്ന് പൊന്തിയാൽ അപ്പോൾ എന്ത് ചെയ്യും? ഒരു കൂടാരം മാറ്റും. ആമൻ. അവർ മേഘത്തിന്റെ കീഴിൽ അവരെ നടത്തിയത്. സ്തോത്രം. അവർ മേഘം നടത്തുന്ന ഒരു മേഘം അവർക്കുണ്ടായിരുന്നു. അവർ മേഘത്തിന്റെ കീഴിലായിരുന്നു. ആ സ്തോത്രം. മോശ, നമുക്കറിയാം മോശയുടെ ചരിത്രം പഠിച്ചാൽ എന്താ മോശ ഉറച്ചു നിൽക്കാൻ കാരണമെന്നറിയാമോ? മോശ എവിടെ വെച്ചാന്നറിയാമോ കണ്ടത്? ഹോരേബിൽ വെച്ചൊരു ദർശനം മോശ കണ്ടു. എന്താ ദർശനം? ആമൻ. മുൾപ്പടർപ്പ് നോക്കുമ്പോൾ മുൾപ്പടർപ്പ് കത്തി എരിയുന്നു, പക്ഷെ അത് വെന്തു പോകുന്നില്ല. ആ അഗ്നിനാവുകൾ അവരുടെ പ്രതീക്ഷിച്ചപ്പോൾ, പെന്തക്കോസ്ത് നാളിൽ ഇറങ്ങിയപ്പോൾ, ആ തീ ഇറങ്ങിയപ്പോൾ ആർക്കും ദഹിച്ചില്ല. അതുപോലെ നോക്കുമ്പോൾ മോശ നോക്കുമ്പോൾ ആ ദഹിക്കാത്ത അത് കണ്ടപ്പോൾ എന്തെന്ന് കാണാൻ പയ്യെ ചെന്നപ്പോൾ മോശയോട് പറയുന്ന ഒരു ഒറ്റവാക്യമാണ്, ഞാൻ ആരുടെ ദൈവമാണ്? അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാകുന്നു. സ്തോത്രം. ഞാൻ ജീവനുള്ളവൻ്റെ ദൈവമാകുന്നു. സ്തോത്രം. ആ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. നിങ്ങൾ ഓർക്കുക, ആ മുൾപ്പടർപ്പിന്റെ കത്താതെ ഇന്നും ഈ ഭൂമിയെ മുഴുവൻ സൂക്ഷിക്കുന്ന വലിയവനായ ഒരു ദൈവത്തിന്റെ കരം നമുക്കുണ്ട്. സ്തോത്രം. ആ മുൾപ്പടർപ്പ്, ആ ഇതിൽ കൂടെ ഇങ്ങനെ ദൈവം അവരെ നടത്തി. സ്തോത്രം.
ആ ശെഖേരയുടെ മറവിലാണ് ദൈവമക്കളെ ഇസ്രായേൽ നടത്തിയത്. അത് നോക്കുക മരുഭൂമി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടുത്തെ ഈ ചൂട് വരുമ്പോൾ ഇവിടുത്തെ അവസ്ഥ അറിയാമല്ലോ. അതുപോലെ തന്നെ ഇസ്രായേൽ നമുക്ക് യഹൂദയിലൊക്കെ അല്ലെങ്കിൽ ഈ അറബി രാജ്യങ്ങളൊക്കെ പോയവർക്കറിയാം അവിടുത്തെ ചൂട് ഭയങ്കരമാണെന്ന്. മോൻ അവിടെ ഒരു 3 വർഷം ശുശ്രൂഷയായിരുന്നു. അവിടുത്തെ ചൂട് ഭയങ്കരമാണെന്ന് മോൻ പറഞ്ഞായിരുന്നു. എന്നാൽ അത് കഴിയുമ്പോൾ അവിടുത്തെ ആ ചൂടിൽ ചെറിയ കൂടാരം, നമുക്കറിയാം റെയിൽവേ പാടത്തിൻ്റെ അടുത്ത് ഈ കൂടാരങ്ങളിലൊക്കെ താമസിക്കുന്നു, ഇവിടെയൊക്കെ ഉണ്ടല്ലോ. അതുപോലെ ആ ടെന്റ് കെട്ടിയാണ് അവർ താമസിക്കുന്നത്. അതിൻ്റെ മേളിൽ എന്ത് ചെയ്യുന്നു, അവർക്ക് കൂടാരത്തിൻ്റെ മേളിൽ ആ പകൽ എന്ത് ചെയ്യുന്നു, മേഘസ്തംഭം ഒരുക്കി തണലായി കുട വിരിച്ചു. സ്തോത്രം. അത് രാത്രി എന്താക്കി തീർക്കും, അത് വെളിച്ചമാക്കി കൊടുക്കും. ഇസ്രായേലിനെ നടത്തുന്ന ഒരു കരം, അതാ ദൈവത്തിന്റെ സാന്നിധ്യം. നമുക്ക് പുറപ്പാട് പുസ്തകം എടുത്താട്ടെ, അതിൻ്റെ 14-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 14:19. അനന്തരം ഇസ്രായേല്യരുടെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്നു മാറി അവരുടെ പിന്നാലെ നടന്നു. മേഘസ്തംഭവും അവരുടെ മുമ്പിൽ നിന്ന് മാറി പിമ്പിൽ പോയി നിന്നു. മതി. സ്തോത്രം. കണ്ടോ, ദൈവത്തിന്റെ വചനം ഇവിടെ വ്യക്തമായിരിക്കും. ദൂതനുമുണ്ട്, ആരുമുണ്ട്, പിന്നെ എന്തുണ്ട്, മേഘമുണ്ട്. പുറപ്പാട് പുസ്തകം 23:12 ഇങ്ങനെ വായിക്കുന്നു, ഞാൻ നിന്നെ അവിടെ ചെല്ലുന്നതിന് മുമ്പേ ഞാൻ നിനക്ക് മുൻപേ ആരെ അയക്കും, ദൂതനെ അയക്കും. 23:12 പുറപ്പാട് പുസ്തകം. ദൂതനുണ്ട്. നിങ്ങൾ ഓർക്കണം, നിന്റെ അതാ മുമ്പേ പറഞ്ഞു, നിന്റെ എല്ലാ വഴികളും നിന്നെ കാക്കേണ്ട ഒരു ദൈവത്തിന്റെ ദൂതന്മാരുണ്ട്. അവിടെ വായിക്കുന്ന ആ ദൂതനും ആദ്യം എവിടുന്ന്, ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് പുറകെ വന്നു നിന്നു. മേഘവും അവൻ അവരോട് കൂടെ വന്നു നിന്നെന്ന്. ഏതാ ഈ ശെഖേന, ദൈവത്തിന്റെ സാന്നിധ്യം അവരോട് കൂടെ, അവരായിരുന്ന മേഖലകളിൽ അവരോട് കൂടെ നടത്തുന്ന ഒരു മേഘം. ദൈവമക്കൾ ഓർക്കണം, ആ മേഘമാണ് അവരെ നടത്തിയത്. ആ മേഘം നമുക്കറിയാം, ബൈബിൾ പരിശോധിച്ചാൽ എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ സാന്നിധ്യം, മേഘം അവരോട് കൂടെ ഉണ്ടായിരുന്നു. സ്തോത്രം. ഒരു സമയത്തൊന്നും മാറിപ്പോകത്തില്ല കേട്ടോ. ആ കാലഘട്ടം കഴിയുമ്പോൾ 40 വർഷം അവരെ ദേശത്ത് എന്ന് കഴിഞ്ഞാൽ ഈ മേഘം മാറിപ്പോകയില്ല. ദൈവം അവരോട് കൂടെ എവിടെ വരെ, നമ്മൾക്ക് പറയുന്നത് അബ്രഹാമിന്റെ ചരിത്രം പറഞ്ഞാൽ ആദിത്യത വരെ കൊണ്ടു ചെല്ലുന്നത് വരെയും ഈ മേഘം നമ്മെ വിട്ടുമാറുകയില്ല. സ്തോത്രം, സ്തോത്രം. അപ്പോൾ ആ ചെങ്കടലിന് മുമ്പിൽ നിൽക്കുമ്പോൾ, ആ മുമ്പിൽ ചെങ്കടൽ അല്ലേ പ്രതികൂലമായി, പിഗാഹിരോത്ത് വൻമലകൾ, മുമ്പിൽ ചെങ്കടൽ. അവർ ചെയ്യും. ഇസ്രായേൽ ഭയപ്പെട്ടു. മോശയെ നിലവിളിച്ചു. മോശ ചോദിച്ചു എന്താ ചെയ്യേണ്ടത്. അപ്പൊ മോശയോട് പറഞ്ഞു, നിന്റെ കയ്യിലെന്ത്? മോശ പറഞ്ഞു, ഒരു വടി. ആ വടി എന്ത് ചെയ്യണം, ഈ ചെങ്കടലിൽ നേരം നീട്ടുക. അവൻ ഇങ്ങനെ പിടിച്ചു, നീട്ടിപ്പിടിച്ചു. അങ്ങനെ പറഞ്ഞു. മോശ ചെയ്തതുപോലെ പറഞ്ഞാൽ പിന്നെ യോശുവ ചെയ്തത് ആ മോശ പറഞ്ഞ പോലെ അല്ല. യോശുവ ചെയ്തത് ചെങ്കടൽ ചവിട്ടി കടന്നാ പോയത്. മോശ കടന്നു പോയത് ചെങ്കടൽ നീട്ടിപ്പിടിച്ചു. യോശുവ കടന്നു പോയത് ചെങ്കടൽ. പെട്ടകം ചുമന്ന പുരോഹിതന്മാർ കാല് വെച്ചപ്പോൾ യോർദാന്റെ കുത്തൊഴുക്ക് അവിടെ നിന്നു. നിന്റെ പ്രതികൂലത്തിന്റെ മധ്യ നീ നിൽക്കണം. ദൈവത്തിന്റെ ശെഖേന നമ്മോട് കൂടെ ഇരിക്കും. ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവം നമ്മെ നടത്തും. നമുക്ക് 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാമത്തെ അധ്യായം അതിൻ്റെ 10-11 വാക്യം ഒന്ന് വായിച്ചാട്ടെ. 1 രാജാക്കന്മാർ പുസ്തകം 8-ാം അധ്യായം 10-11. പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ മേഘം യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞു. യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് മേഘം നിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടതിന് നിൽപ്പാൻ പുരോഹിതന്മാർക്ക് കഴിഞ്ഞില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇതും സമാഗമന കൂടാരത്തിലും തേജസ് ഇറങ്ങി, അവിടെയും ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി. എവിടെയൊക്കെ ഇറങ്ങിയത് ദൈവത്തിന്റെ ആലയത്തിലാ. ഇവിടെയും സലോമോൻ ദൈവത്തിന്റെ ആലയം പണിത് കഴിഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്ന, ആലയം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ അതിന്റെ തുടക്കം എങ്ങനെയാണ്, അതിന്റെ 8-ാം അധ്യായം 1-ാമത്തെ പ്രാർത്ഥിച്ചു തുടങ്ങി ഇങ്ങനെ കഴിഞ്ഞപ്പോൾ അവിടെ വായിക്കുന്നത്, ദൈവത്തിന്റെ ആ മേഘം അവിടേക്ക് ഇറങ്ങി വന്നു. കണ്ടോ, ആ പുറപ്പാട് പുസ്തകത്തിൽ ആ മേഘം വിട്ടുമാറാതെ ഇസ്രായേലിനോട് കൂടെ നടത്തുന്ന ഒരു മേഘം. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മെ നടത്തുന്ന ഒരു മേഘം, ഒരു സാന്നിധ്യമുണ്ട്. മോശയോട് ചോദിച്ചാൽ പുറപ്പാട് പുസ്തകം 33 16-17 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നത്, ആ മോശ എന്താ പറഞ്ഞറിയോ? ഇങ്ങനെ പറഞ്ഞു, നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ അയക്കരുതേ. എന്താണ് കാരണം? ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ ഒന്നും ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല.
സ്തോത്രം. ആ സാന്നിധ്യം ഭയങ്കരമാ. ദൈവം കൂടെ ഇരുന്നുകൊണ്ട് അവരെല്ലാ മേഖലകളിലും ആരൊക്കെയാ ശക്തനായിരിക്കുന്ന സീഹോ ലോക് അങ്ങനെ പെലിസ്ത്യ പ്രഭുക്കന്മാരെ ഒക്കെ തകർക്കുവാൻ കാരണം ആരാണ്? ദൈവം അവരോട് കൂടെ ഇരുന്നത് കൊണ്ട്, മോശയോട് കൂടെ ഇരുന്നത് കൊണ്ടാ. അവരുടെ ശക്തി കൊണ്ടല്ല, ദൈവത്തിന്റെ ആ വലിയ വൻകരം കൊണ്ടതാണ് അവർ ശക്തിപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കാം. അപ്പോൾ ഇപ്പോൾ ഇസ്രായേൽ നോക്കുമ്പോൾ ഇപ്പോൾ ശലോമോൻ ആലയം തീർത്ത് കഴിഞ്ഞപ്പോൾ അവിടെ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുക. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അവിടേക്ക് അങ്ങോട്ട് ഇറങ്ങി വന്നു. ഇറങ്ങി വന്ന സാന്നിധ്യം അവിടെ നോക്കുമ്പോൾ പുരോഹിതൻ, ഇപ്പോൾ ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന പുരോഹിതന്മാർ നിങ്ങൾ നിൽക്കുമ്പോൾ ആ മേഘം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ കടക്കാൻ വയ്യാത്ത വലിയൊരു ശക്തിയാണത്. അതാ ദൈവത്തിന്റെ സാന്നിധ്യം. ആ സാന്നിധ്യത്തിന് വേണ്ട ഈ കാലഘട്ടങ്ങളിൽ നമുക്കും പ്രാർത്ഥിക്കേണ്ടത്. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇങ്ങനെ വായിക്കുന്നു, റോമാലേഖനം വായിക്കേണ്ടത് ഞാൻ പറഞ്ഞു പോകാം. ഇങ്ങനെ വായിക്കുന്നു 8-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ലോകത്തിലെ കഷ്ടം സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഏതാ വെളിപ്പെടുവാനുള്ള തേജസ്? ആ തേജസ്സാണ് ഇവിടെ വെളിപ്പെട്ടത്. ആ മേഘം വെളിപ്പെട്ടത് ഭയങ്കരമാ. ആ സാന്നിധ്യത്തിന്റെ പുറമെ നമ്മെ നടത്തുന്ന ഒരു സാന്നിധ്യമുണ്ട് ദൈവമക്കളെ. സ്തോത്രം. ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മണ്ഡലം മാറി. നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുമോ? സ്തോത്രം. ദൈവാലയം അവർ പ്രദർശിച്ചു കഴിഞ്ഞ് ശലോമോൻ വലിയൊരു പീഠമുണ്ടാക്കി അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന, ശലോമോന്റെ പ്രാർത്ഥനയുണ്ട്. നിങ്ങൾ ആ ഭാഗമൊക്കെ ഒന്ന് വായിക്കണം. ആ ഭാഗം മുട്ടുകുത്തി കൈ മലർത്തി സ്വർഗത്തിലേക്ക് ഉയർത്തി നോക്കി ഇവിടെ വെച്ച് പ്രാർത്ഥിച്ചാൽ ആര് പ്രാർത്ഥിച്ചാലും അതിന് ഉത്തരം വരണമെന്നാ ദൈവം പറഞ്ഞത്. ശലോമോൻ ചോദിച്ചത് ദൈവം പറഞ്ഞതിന് ഉത്തരം വരണമെന്നാ. 2 തിരുവൃത്താന്ത പുസ്തകം 7:14 ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ് എന്നോട് പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങളുടെ അപേക്ഷ പ്രാർത്ഥനയ്ക്ക് ഞാൻ മറുപടി തരും. സ്തോത്രം. നിങ്ങൾക്ക് രോഗസൗഖ്യം തരും, നിങ്ങളുടെ ദേശത്തിന് സൗഖ്യം തരും. കൈ മലർത്തി പ്രാർത്ഥിച്ചാൽ ആ സാന്നിധ്യം എവിടെ ആലയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ആ സാന്നിധ്യം അവിടെ നിൽക്കുമ്പോൾ പുരോഹിതന്മാർക്ക് ശുശ്രൂഷിക്കുവാൻ കഴിയാതെ വണ്ണം ആ തേജസ് നമുക്ക് കർത്താവേ ആ തേജസ് എനിക്കൊന്ന് വേണം എന്ന് നിങ്ങളൊന്ന് പറയണം കേട്ടോ. വെറുതെ കേട്ടേച്ച് പോയാൽ പോരാ. സാന്നിധ്യം കർത്താവേ എനിക്ക് ഒന്ന് വേണം. ആ സാന്നിധ്യം എന്നിലൊന്ന് പകരണമേ. ആ സാന്നിധ്യം എനിക്കും വേണം. നിൽക്കാൻ കഴിയാത്ത ആ സാന്നിധ്യത്തിന്റെ മറവിൽ ആ സാന്നിധ്യം നമ്മുടെ ആലയത്തിൽ ശലോമോൻ പ്രാർത്ഥിച്ചതുപോലെ മണ്ഡലം ചലിക്കട്ടെ. ആമേൻ. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 44-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 7-ാം പ്രാവശ്യമോ അവൻ ഇതാ കടലിൽ നിന്നൊരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പോകുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ നീ ചെന്ന് ആഹാബിനോട് മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് രഥം പൂട്ടി ഇറങ്ങിപ്പോക എന്ന് ബോധിപ്പിക്കുക എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ പശ്ചാത്തലം ഭയങ്കര ദൈവമക്കൾ ഓർക്കണം. ഒരു മേഘം, കൈപ്പത്തി പോലൊരു മേഘം ആ ദേശത്തെ നനയ്ക്കുവാൻ ശക്തമായി വന്നു. ഏതാ കാലഘട്ടം? ആഹാബിന്റെ കാലഘട്ടമാ. ദൈവമക്കൾ ഓർക്കണം. ദേശത്ത് ആഭിചാര കണികൾ ഏറ്റവും കൂടുതൽ വർഷിച്ച ഒരു കാലഘട്ടം. ദേശത്ത് ഏറ്റവും വിഗ്രഹാരാധന ആ ദേശത്ത് പ്രാബല്യപ്പെട്ട ഒരു കാലഘട്ടം. അവിടെ നോക്കുമ്പോൾ ഈ ഏലിയ പറയുന്ന ഒരു കാര്യമുണ്ട്. യഹോവേ ദൈവം ഞാൻ മാത്രം ഒരുത്തൻ മാത്രമാണ് ദൈവത്തെ ആരാധിക്കാനുള്ളത്. ദൈവം എന്താ മറുപടി പറഞ്ഞത്? ഇസ്രായേലിൽ ബാലിന് മുട്ടുകുത്താത്ത 7000 പേരെ ഞാൻ ശേഷിപ്പിച്ചിട്ടുണ്ട്. ഏതാണ്ട് 10 ലക്ഷങ്ങളുണ്ട്. എന്നാൽ മുട്ടുമടക്കാത്ത ബാലിന് മുട്ടുകുത്താത്ത എത്ര പേര്? 7000 പേരെ ഇസ്രായേൽ ശേഷിപ്പിച്ചിട്ടുണ്ട്. എപ്പോഴും ഒരു ശേഷിപ്പേ രക്ഷപ്പെടുകയുള്ളൂ. ദൈവങ്ങൾ ഓർക്കണം. നോക്കുക 18-ാം അധ്യായം ഭയങ്കര വെല്ലുവിളിയാ. ആഹാബിന്റെ മേശയിൽ ശുശ്രൂഷിക്കുന്ന അശേര പ്രതിഷ്ഠികളുടെ 2 ടീമുമായി മത്സരം നടക്കുകയാ. അവിടെ തീ കൊണ്ട് ഉത്തരം വരുന്ന ദൈവം ഒറ്റ വാക്കാ പറഞ്ഞത്. നമ്മുടെ പ്രാർത്ഥന പോലെ ഒന്നുമല്ല. നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ എത്ര 5, 6, 7 മിനിറ്റാ. ഈ ഏലിയാവിന്റെ പ്രാർത്ഥന അങ്ങനെയല്ല. ഞാൻ നിന്റെ ദാസനെന്നും നിന്റെ കൽപ്പന പ്രകാരമാണ് ഞാനിത് ചെയ്യുന്നു. ഉത്തരമരണം പ്രാർത്ഥന. സ്വർഗത്തിൽ തീയിറങ്ങി ആ ബാലിന്റെ അശേരയുടെ എല്ലാ പ്രവാചകന്മാരെ കൊന്നു. സ്തോത്രം. അതിന്റെ ആഹാബിന്റെ അരികിൽ വന്ന് പറയുക, സ്തോത്രം,
ഞാൻ മഴയുടെ ഒരു മുഴക്കം കേൾക്കുന്നു. സ്തോത്രം. മഴയുടെ ഒരു മുഴക്കം. ഞാൻ ഇങ്ങനെന്താ കാരണം? ഈ ഏലിയാവിൻ്റെ ചരിത്രം തുടങ്ങുമ്പോൾ എങ്ങനെയാ? 17 തുടങ്ങുന്നത്. തിസ്ബയിൽ നിന്ന് തിസ്ബനായ ഏലിയാവ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല. ഇനി മഴ പെയ്യണമെങ്കിൽ ഞാൻ പറയണം. ദൈവഭാവൻ കൽപ്പന പ്രകാരം ദൈവമല്ല, ഏലിയാവിന്റെ വാക്ക് ദൈവത്തിന്റെ ആലോചനയാ. സ്തോത്രം പറയുക, ഞാൻ പറയണം ഇനി മഞ്ഞും മഴയും പെയ്യണമെങ്കിൽ. സ്തോത്രം. ദൈവം പറഞ്ഞു, ആമേ നീ ചെന്ന് പറ ആകാവ് മഴ പെയ്യാൻ പോകുന്നെന്ന്. സ്തോത്രം. ആകാവ് അവിടെ ഉത്സവം ആഹാരം കഴിഞ്ഞ് ആ യുദ്ധം എല്ലാവരും കൊന്നു കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ, സ്തോത്രം, തൻ്റെ തേരിൽ ഇറങ്ങി വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നത്, ആ തേരിൽ ആരെ കയറ്റിയില്ല? മഴയുടെ മുഴക്കം കേട്ടി അവനെ കയറ്റിയില്ല. സ്തോത്രം. ഇങ്ങനെ വായിക്കുന്നത് ആ ഭാഗത്ത്. സ്തോത്രം. യഹോവയുടെ കൈ അവന്റെ മേൽ വന്നു. അവൻ ആകാവിന്റെ രഥത്തിന്റെ മുൻപിൽ, പിൻപിലല്ല മുൻപിൽ. അവനോട് എവിടെ വരെ? തീർച്ചയിൽ ആകാവ് രാജാവിന്റെ കൊട്ടാരത്തിൽ. അവൻ മിസ്രൈമിലെ പെൺകുതിരകളാണ് ഏറ്റവും കുതിരകളിൽ ഓട്ടത്തിന് സാമർത്ഥ്യമുള്ള പെൺകുതിരകൾ. അതിന്റെ മുൻപിൽ. നമ്മൾ പിൻപിലല്ല, നമ്മൾ മുൻപിൽ. നമ്മൾ ആരാധിക്കാൻ മുമ്പിൽ. പാടാൻ വന്നാൽ നല്ല പാട്ട് പാടണം. വചനം സംസാരിച്ചാൽ വചനം പറയണം. ആരാധിച്ചാൽ ആരാധിക്കണം. ഏത് ചെയ്താലും അതിനൊരു തീക്ഷ്ണത വേണം. അതാ ദൈവമക്കൾ. ഏലിയാവ് ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. ആരും കൂടെയില്ല. ഒറ്റയ്ക്ക് നിന്ന് ആകാവിനെ വെല്ലുവിളിച്ചോ. സ്തോത്രം. അവ തീയിറക്കുന്ന ദൈവമാ. ദൈവം. സ്തോത്രം. അവിടെ നോക്കുമ്പോൾ തൻ്റെ ഈ മുട്ടുമുടക്കി പ്രാർത്ഥിക്കുക. എന്താ? ഞാൻ പറയണം ഇനി മഴ പെയ്യണമെങ്കിൽ. സ്തോത്രം. ആമേൻ. സ്തോത്രം. 1 വട്ടം പ്രാർത്ഥിച്ചു, 2 വട്ടം പ്രാർത്ഥിച്ചു, 3 വട്ടം പ്രാർത്ഥിച്ചു, 6 വട്ടം പ്രാർത്ഥിച്ചു. മറുപടിയില്ല. നമ്മൾക്ക് ചില പ്രാർത്ഥനകൾക്ക് നീണ്ടുപോകുമ്പോൾ നമുക്ക് പ്രയാസം തോന്നും. 7ാമത്തെ വട്ടം ഇങ്ങനെ വായിക്കുന്നത്, 44ാമത്തെ വാക്യം. 7ാം പ്രാവശ്യം നോക്കിയപ്പോൾ ഒരു മേഘം പോലെ. അങ്ങനെ അവിടെ എഴുതിയിരിക്കുക. അതാ വായിക്കുന്നത്. മേഘമാണ് നമ്മുടെ വിഷയം. ഒരു കൈപ്പത്തി പോലെ ഒരു മേഘം അവരുടെ ഇങ്ങനെ കയറി വന്നു. അത് മഴ പെയ്തു. ആ ദേശത്തിലെ ക്ഷാമം, ആ പ്രതികൂലം മാറ്റുവാൻ ഒരു മേഘം, ഒരു കൈപ്പത്തിയുടെ മേഘം മതി. നിന്റെ പ്രയാസം, നിന്റെ പ്രതിസന്ധി ഏത് നീക്കുവാൻ ഒരു കൈപ്പത്തിയുടെ മേഘം മതി ദൈവത്തിന്. സ്തോത്രം. സ്തോത്രം. അതാ മേഘം. ആ മേഘം എന്നുമുണ്ട്. ആ മേഘം നോക്കുക. ആ മേഘം കണ്ടോ? നമുക്ക് പുറപ്പാട് പുസ്തകം തുടങ്ങി, പിന്നെ ശലോമോൻ്റെ കാലഘട്ടത്തിൽ തുടങ്ങി, ഏലിയാവിൻ്റെ കാലഘട്ടത്തിലും ഇതാ ആ സമയത്തും മേഘം അവരോട് കൂടെ. ആ മേഘം ഇങ്ങനെ താഴെയല്ലല്ലോ മേഘം ഇങ്ങനെ നടത്തുന്ന ഒരു മേഘം, തൻ്റെ ജനത്തെ നടത്തുന്ന ഒരു മേഘം ഉണ്ട് ദൈവമക്കളെ. ആ മേഘത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഇനി പുതിയ നിയമത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 17:5. അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ളൊരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ എന്ന് ഒരു ശബ്ദമുണ്ടായി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾ, ഓർക്ക് നല്ല വചനമാണ്. ഇതേതാ സ്ഥലമെന്നറിയുമോ? പത്രോസ് മറുരൂപ മല. പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും 12 ശിഷ്യന്മാരുണ്ട്. അവരെ 9 പേരെ മാറ്റി നിർത്തി. ആരെ കൊണ്ടുപോയി? പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും ഈ മറുരൂപ പോലെ കൊണ്ടുപോയി. ഈ ദൈവത്തെ സ്വർഗീയ ദർശനം ഒന്ന് കാണിക്കാൻ കൊണ്ടുപോയി. എന്താ മറ്റവരെ നിർത്തിയത്? കാരണം അവർക്കൊണ്ടൊരു പ്രത്യേകത. ഇവരേത് കാര്യത്തിനും ശുഷ്കാന്തി ഉള്ളവരാ. നമ്മൾക്ക് മുമ്പ് പറഞ്ഞ പോലെ ദിവാസൻ ഇവിടെ സ്വോത്രം പറയുന്ന കാര്യം പറഞ്ഞു. ആമൻ. എത്ര പേര് കേട്ടോന്ന് ആർക്കും അറിയില്ല അല്ലേ? എന്നാൽ ഇവരെല്ലാം മുൻപിലാ. അതുകൊണ്ട് അവരെ കൊണ്ട് മറുരൂപമല അത് കാണണം. അവരെ കൊണ്ട് ദൈവിക തേജസ്, ആ ദർശനം ഒന്ന് കാണാൻ ഇവരെ കൊണ്ടുപോയി. സ്തോത്രം. പത്രോസ് തൻ്റെ ലേഖനം എഴുതുമ്പോൾ അവിടെ ഒരു വാക്യം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 16-ാമത്തെ വാക്യമാണ്. ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികൾ. അതാ മോശത്ത് മാറിപ്പോകാത്തത് ആ മഹിമ കണ്ടിട്ടോ. പത്രോസ് പിന്മാറി പോകാത്തത് അവന്റെ മഹിമ കണ്ടിട്ടോ. സ്തോത്രം. ആ മഹിമ എനിക്കൊന്ന് വേണം. അവന്റെ മഹിമ കണ്ടതാ. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്. ഒന്ന് ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു. ഞങ്ങൾ തൊട്ടത്, ഞങ്ങൾ രുചിച്ചറിഞ്ഞത്, ഞങ്ങൾ കണ്ടത്, അത് സത്യവചനം നിമിത്തമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. സ്തോത്രം.
ആ മഹിമ കണ്ട സാക്ഷി, അതാ അവരൊക്കെ ഉറച്ചത്. അങ്ങനെ ആ പത്രോസിനെ ക്രൂശിച്ചത്. അപ്പോസ്തലന്മാരെ ഒക്കെയും ക്രൂശിച്ചാ കൊന്നപ്പെട്ട്, യോഹന്നാൻ ഒഴിച്ച് എല്ലാവരെയും ക്രൂശിക്കപ്പെട്ടാ കൊന്നത്. പത്രോസിനെ തല കീഴായിട്ടാണ് ക്രൂശിച്ചത്. അതൊക്കെയും സഹിക്കുവാൻ കാരണം ഏതെന്നറിയുമോ? ആ മഹിമ കണ്ട സാക്ഷിയായിട്ടാ. ആ മഹിമയ്ക്ക് വേണ്ടിയാണ് നാം പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ ഈ പശ്ചാത്തലം അവരെ തന്നെ കൊണ്ടുപോയി ഇങ്ങനെ നോക്കുമ്പോൾ കർത്താവ് അവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ രൂപാന്തരപ്പെട്ടു. എങ്ങനെ എഴുതിയിരിക്കുന്ന? അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. ഓ, ഒരു മനുഷ്യന്റെയും അലക്കുകാരനും അലക്കുവാൻ കഴിയാത്ത അവന്റെ വസ്ത്രം വെള്ളയായി തീർന്നു. ഓ, അത്ര തേജമയൻ. ആമേ, സ്തോത്രം. അപ്പോൾ പറയുന്നു മോശ, ഈ പത്രോസ് പറയാ, ഒരു വെളിപകടം വേണേ പറയാം. അവിടെ എഴുതിയിരിക്കുന്നത്, കർത്താവേ, ഞങ്ങളിവിടെ 3 കുടിലുണ്ടാകട്ടെ, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും. കണ്ടോ, ഈ ഏലിയാവും മോശ ഇപ്പം ഞാൻ പറഞ്ഞ 2 കാര്യവും പഴയ നിയമത്തിലെ 2 പേരുടെയും പറഞ്ഞു. അവരൊക്കെ ആ ശക്തി പ്രാപിച്ചവരാ. അവരൊക്കെ നോക്കുക, ആ ശക്തൻ അവർ വന്ന മരുഭൂമിയിൽ അവർ വരാൻ കാരണം മോശയുടെ കുറിച്ച് എനിക്ക് പഴയ നിയമത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യൻ മോശയാ. കാരണം എന്തെന്നറിയാമോ? പഴയ പുതിയ നിയമത്തിൽ എബ്രായ ലേഖനത്തിൽ 11:24 ഇങ്ങനെയാണ് വായിക്കുന്നത്, അവൻ പാപത്തിന്റെ താൽക്കാലിക മോഹത്തെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന്. എന്താ? അവൻ ഇസ്രായേലിലെ സകല നിക്ഷേപങ്ങളെക്കാൾ അല്പസമയം കഴിഞ്ഞാൽ ആരായി തീരും? സ്തോത്രം. അവിടെ അവിടത്തെ രാജാവായി തീരും. രാജാവായി തീർന്നാൽ അവൻ പിരമിഡിനുള്ളിൽ പോകും. അവൻ പിരമിഡിനുള്ളിൽ പോകാനല്ലോ, അവൻ സ്വർഗീയമായ ഇന്നും മരിക്കാതെ ഇന്നും വെളിപ്പാട് പുസ്തകം 11 അവിടെ വായിക്കുന്ന 2 സാക്ഷികൾ വരുമ്പോൾ അവിടെയും മോശ അവിടെ വരും. ഇതുവരെ മരിച്ചിട്ടില്ല മോശ. അതാ നിന്ന് സഹിച്ചുകൊണ്ട് കഷ്ടം സഹിച്ചു. മോശ 40 വർഷം നിന്ന കഷ്ടമൊക്കെ സഹിച്ചു. എന്തിനാ? ആ മഹിമ കണ്ട സാക്ഷിയായി ആ കർത്താവിനെ ആ അന്തിക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ ഈ ദേശത്ത് സാക്ഷ്യം പറഞ്ഞ് അവർ കൊല്ലുന്നത് വരെ അവൻ ഭരിക്കില്ല. അവന് ആവർത്തന പുസ്തകത്തിൽ മരിച്ചു അടക്കപ്പെട്ടെന്ന് എഴുതിയിട്ടുണ്ട്. അത് തെറ്റായിട്ട് ഞാൻ വ്യാഖ്യാനിച്ചെന്ന് നിങ്ങൾ പറയരുത്. വെളിപ്പാട് പുസ്തകത്തിൽ ആ 2 സാക്ഷികൾ ഏലിയാവാണ്, ഒന്ന് മോശയാണെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് ഞാൻ അവിടെ അവസാനിപ്പിക്കാം. സ്തോത്രം. അപ്പോൾ പത്രോസ് നോക്കുമ്പോൾ 2 സാക്ഷികൾ വന്നു നിൽക്കുന്നു. സ്തോത്രം. അവിടെ വെച്ചാ പറയുന്നത്, ആ മേഘം അവർക്ക്, ഇവിടെ വായിക്കുന്ന, അവർക്കൊരു മേഘം നിഴലിട്ടു. കണ്ടോ മേഘം? അങ്ങനെ ഒന്ന് വായിച്ച വാക്യം തന്നെ 17:5. അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ളൊരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്നും, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ എന്ന് ഒരു ശബ്ദവും ഉണ്ടായി. ആമേൻ. പ്രൈസ്. കണ്ടോ ഈ വാക്കുകളൊക്കെ ഇങ്ങനെ ഹൃദയത്തിന്റെ പലകയിൽ എഴുതണം. വെറുതെ പുസ്തകം കൈ പിടിച്ചുകൊണ്ട് പോയാൽ പോരാ. യോശുവയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. യോശുവേ, നീ എന്താ, നിന്നെ ഞാൻ വലിയവനാക്കുമെന്ന് പറയുമ്പോൾ യോശുവയുടെ പുസ്തകം 1 6-7 വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഈ ന്യായപ്രമാണത്തിലെ വാചനങ്ങളെ നിന്റെ ഹൃദയത്തിന്റെ പലകയിൽ എഴുതണം. അതിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. അതിൽ നീ ധ്യാനിച്ചാൽ നീ കൃതാർത്ഥനായി മാറും. ഇത് വായിക്കണം. ഞാനിപ്പോൾ ഇവിടെ ഡൽഹി വന്നിട്ട് ഇത് 6-7 പ്രാവശ്യം വായിച്ച് പൂർത്തിയാക്കി കഴിഞ്ഞു. ഞാൻ ഡെയിലി വായിക്കും. എല്ലാ ദിവസവും 10, 15, 20 അധ്യായമൊക്കെ വായിക്കുന്നത്. സ്തോത്രം. അങ്ങനെ ഇത് വായിച്ചില്ലെങ്കിൽ ഉറക്കം വരില്ല. സ്തോത്രം. അങ്ങനെയാണ് ചെയ്യുന്നത്. കർത്താവ് സഹായിക്കട്ടെ. അപ്പോൾ ഇത് വായിക്കുമ്പോൾ അതിൻ്റെ സത്യം പിടികിട്ടുന്നത്. സ്തോത്രം. സ്തോത്രം. യോശുവ ശക്തനാക്കാൻ കാരണം ഇത് ഉറച്ചു നിന്നു. ഇത് അവൻ്റെ ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതി. പത്രോസൊക്കെ ഉറച്ചു നിൽക്കുവാൻ കാരണം വചനം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്യം കൂടെ വായിച്ച അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. ഇത് പറഞ്ഞ ശേഷം അവർ കാണുകെ അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. മതി. നമ്മൾ പ്രതീക്ഷിക്കുന്നത് കർത്താവ് എവിടെ വരുന്ന, എവിടെ ദൈവങ്ങൾ പറഞ്ഞാട്ടെ, മേഘത്തിൽ വരും അല്ലേ? ഇതാ മേഘം. ഇത് ദൈവമക്കൾ ഓർക്കണം. ഈ മേഘം എന്നൊക്കെ ഞാനിങ്ങനെ പറയുമ്പോൾ ഇതൊക്കെ ദൈവവചനത്തിൽ ദൈവാസം പറഞ്ഞതുപോലെ ഇതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചാ ഞങ്ങൾ ഈ പറയുന്നത്. ഇവിടെ നോക്കുക, ഒരു മേഘം നമുക്കറിയാം കർത്താവ് ഉയർത്തെഴുന്നേറ്റിങ്ങനെ. നമുക്കറിയാം, നമുക്ക് ഗുരുത്വാകർഷണം എന്ന് പറയുമ്പോൾ എന്ത് സാധനവും ഉയരത്തിലേക്ക് ഇട്ടാൽ എന്ത് ചെയ്യും? താഴോട്ട് വരും.
ആമൻ. ഇവിടുന്ന് ഇതുവരെ ആര് വിട്ടു കഴിഞ്ഞാലും അത് മേളിൽ പോയ താഴോട്ട് തന്നെ വരും. എന്നാൽ നമ്മുടെ കർത്താവ് മാത്രം ലോകത്തിന്റെ ഈ പ്രതിഭാസത്തിന് വിരോധമായി അവൻ മാത്രം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഓ മരണമേ, നിന്റെ ജയം എവിടെ? മരിച്ച് ഉയർത്തെഴുന്നേറ്റവൻ, ഉയരത്തിലേക്ക് പോയവൻ. സ്തോത്രം. അതാ നമ്മുടെ പ്രത്യാശ. എല്ലാം പ്രതികൂല ലോകഘട്ടത്തിന് പരിതോ, എല്ലാം പ്രതികൂല, എല്ലാം മാറ്റമാ. നോക്കുക, ഇവിടെ നോക്കുമ്പോൾ അവരിങ്ങനെ പറയുമ്പോൾ 2 ദൂതന്മാർ നോക്കുക. ഇവിടെ 2 ഗലീല പുരുഷന്മാരൻ, 2 ദൂതന്മാരാ. അവർ വന്നിച്ചു, നിങ്ങളെ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു പോയതുപോലെ തന്നെ വീണ്ടും വരും. ഇത് പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ അവൻ ഒരു മേഘത്തിൽ മറഞ്ഞു, പിന്നെ കണ്ടിട്ടില്ല. ആ മേഘത്തിലാ വരുന്നത്. ആ മേഘം ഒരു മേഘാരൂഢനായി വരുന്ന നാം പാടാറുണ്ടല്ലോ. ആ മേഘത്തിൽ എൻ്റെ കർത്താവ് വരും. ആ മേഘത്തിൽ തന്നെ. യെസ്, ആ മേഘം പുറപ്പാട് പുസ്തകത്തിൽ കണ്ട മേഘം. ആ മേഘമാണ് അവരെ മറച്ചത്. സ്തോത്രം. ഓ ശുഡാമന. ആ മേഘം, ഈ മേഘം, അതേ മകളെ, ഇതൊക്കെ ദൈവത്തിന്റെ വചനത്തിന്റെ ആഴങ്ങളാ. ഈ മേഘത്തിന്റെ മറവിലാണ്. മേഘത്തിൽ നോക്കുമ്പോൾ അവര് നോക്കുമ്പോൾ ആ മേഘത്തിൽ മറഞ്ഞു പോയി. ആ മേഘമാണ് നമ്മളെ നടത്തുന്ന ഒരു മേഘം. ആ മേഘമാണ് ആരെ? കർത്താവിനെ മറച്ചു. ആ മേഘത്തിലാണ്, അവിടെയാണ് വരുന്നത്. കർത്താവിന്റെ വരവ് തന്നെ 2 വരവുണ്ട്. സ്തോത്രം. അവിടെ ഒന്ന് പറയുന്നത് മേഘപ്രത്യക്ഷതയും മറ്റൊന്ന് മഹത്വ പ്രത്യക്ഷതയും. ഒന്ന് മേഘപ്രത്യക്ഷത സഭയ്ക്കും, മഹത്വ പ്രത്യക്ഷത ഇസ്രായേലിനും. അത് രണ്ടും 2 കാലഘട്ടമാ. ഇപ്പോൾ പെട്ടെന്ന് സംഭവിക്കും. അത് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, യുദ്ധത്തിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. നമ്മൾ ദൈവമക്കൾ എത്ര അതിന് ഒരുങ്ങിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇസ്രായേൽ അവരുടെ പണി കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സ്തോത്രം. ആമൻ. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് മൊബൈലിലൊക്കെ ഇവിടെ ചില പ്രയാസമുണ്ടായി. വാർത്തകളൊക്കെ അവിടെ കേൾക്കുമ്പോൾ ആമൻ യഹൂദൻ്റെ അവിടെ എല്ലാ സ്ഥലത്തും രാജ്യങ്ങളുള്ള യഹൂദന്മാരൊക്കെയും റിട്ടേൺ ചെയ്തുകൊണ്ടിരിക്കുക. സ്തോത്രം. ആമൻ. അവർ ചെയ്തുകൊണ്ടിരിക്കുക. അവരെന്താ? അവർ ദൈവത്തിൻ്റെ കഴിഞ്ഞ ദിവസം എൻ്റെ ഭാര്യ ഒരു വാക്ക് വായിച്ച സമയത്ത് ഇങ്ങനെ വായിച്ചു. അവിടെ ഇരിക്കുന്നത്, ഞാൻ എൻ്റെ സ്വദേശത്തുള്ള എല്ലാ സ്ഥലത്തുള്ളവരെയും ഞാൻ മടക്കി വരുത്തി അവരെ ഞാൻ ദേശത്ത് പാർപ്പിക്കും. ആമേൻ. എന്താ ബെഞ്ചമിൻ നെതന്യാഹു കാണിക്കുന്ന പരിപാടി? ആമേൻ. ഒരു ദാവീദ അവ എന്താ പേടിയില്ലാതെ ചെയ്യുന്നത്? അവരോട് കൂടെ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവം അവരോട് കൂടെയുണ്ട്. അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. അതാ പേടിക്കാതെ ചെയ്യുന്നത്. നോക്ക്, ഹമാസ്, എല്ലാ ഹൂതികൾ, ഇറാൻ, ഇവരെയൊക്കെ തകർക്കാൻ പേടിയില്ലാതെ നിൽക്കുന്ന കാരണം അവർക്ക് അവരെ കാക്കുന്ന ഒരു കരം, ദൈവത്തിന്റെ സാന്നിധ്യം അവർക്കുണ്ട്. അതും അവർ പേടിക്കാതെ നിൽക്കുന്നത്. സ്തോത്രം. അവരുടെ പണി നടന്നുകൊണ്ടിരിക്കുക. അത് ദൈവങ്ങളെ മനസ്സിലാക്കണം. എന്താ ഇത് പറയാൻ കാരണം എന്നറിയാമോ? അവർ നമ്മളിപ്പോൾ നോർക്ക് എപ്പോഴാണ് വരുന്നത്? ആദ്യം ഇവിടുന്ന് സഭ ഏറ്റെടുക്കേണ്ടത്. അത് കഴിഞ്ഞാണ് അവരെ. സ്തോത്രം. ആദ്യം യഹൂദന രക്ഷ എങ്കിലും ആദ്യം ഇവിടുന്ന് സഭയെ ഇവിടുന്ന് മേഘത്തിൽ ചേർക്കുന്നത് സഭയാണ്. അപ്പം മഹത്വ പ്രത്യക്ഷത, ആ മേഘപ്രത്യക്ഷതയാണ് ആദ്യം നടക്കുന്നത്. സ്തോത്രം. അത് എപ്പോൾ സംഭവിക്കുമെന്ന് ആമൻ. അത് ആ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അത് കൊമ്പ് തളിർത്ത് ഇല കായ്ക്കുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു എന്ന് അറിവീൻ. അവര് ഫലം കായ്ച്ച് അവരുടെ, നമുക്കറിയാം, ഡിസംബർ 17 നമുക്ക് ട്രംപ് എന്ന് പറയുന്ന ആദ്യം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇസ്രായേലിന്റെ ക്യാപിറ്റൽ എവിടാക്കിയെന്നറിയാമോ? എവിടാക്കി? യെരുശലേമാക്കി. ഇസ്രായേലിന്റെ ക്യാപിറ്റൽ എവിടെയാ? ടെൽ അവീവ്. അത് മാറ്റി. ആര് നോക്കുക? ഇപ്പോൾ ഒറ്റ പ്രഖ്യാപനം ട്രംപ് എന്ന് പറയുന്നത് യെരുശലേമിനെ ഇസ്രായേലിന്റെ തലസ്ഥാനമാക്കി. എന്തിനാ അത് പറയാൻ കാരണം? സ്തോത്രം. പുതിയ നിയമത്തിൽ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 6-ാം അധ്യായത്തിലാന്ന് തോന്നുന്നു 30-35 വാക്യങ്ങൾ വായിക്കുന്നു. യെരുശലേം മഹാരാജാവിന്റെ നഗരം. നഗരമാണ്. ഏത്? യെരുശലേം. മഹാരാജാവ് ഈ ഭൂമിയിൽ വെളിപ്പെട്ട സ്ഥലമാണ്. ഇനി വരേണ്ട രാജ്യമാണ്. അവിടെ ക്യാപിറ്റലായി നിൽക്കേണ്ട സ്ഥലമാണ്. അതുകൊണ്ടാണ് ട്രംപ് പറഞ്ഞത്. നമുക്കറിയാം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45 ഇങ്ങനെ വായിക്കുന്നുണ്ട്. കോരശന്റെ ഇടയൻ അവനെ ഹിതമൊക്കെയും ചെയ്യും. ആരാ കോരശ്? യഹൂദനാണോ? ഒരു പേർഷ്യൻ രാജാവ്. ആ രാജാവെന്ന് പറയുന്നത് ഇസ്രായേലിന് അടിസ്ഥാനം ഇടുവാൻ കൽപ്പന പുറപ്പെടുവിച്ചത് കോരസാണ്. ആരാ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അവനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. കോരസ് എന്റെ ഇടയൻ, അവൻ എന്റെ ഹിതമൊക്കെയും ചെയ്യും.
അവൻ ആരെ കൊണ്ടും ദൈവം ചെയ്യിപ്പിക്കും. ട്രംപിനെ കൊണ്ട് ഇസ്രായേലിന്റെ ക്യാപിറ്റലാക്കി യെരുശലേമിനെ. എന്താ അതിന്റെ ആ സൂചന? അവന്റെ രാജാവ് വെളിപ്പെടുവാൻ പോകുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഞാൻ കേട്ടു. അവൻ ടെല്ലിലവി ഏതാണ്ട് ഒരടുത്ത് ആ ടെല്ലിലവിനെ അലക്സ പിടിക്കുവാൻ യെരുശലേമിനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നെന്ന്. അവർ പിടിച്ചാൽ ആലയം ഏതാണ്ട് 10-15 ദിവസം കൊണ്ട് അവർ പണിയും. അവരെല്ലാം പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുക. അത് കഴിയുന്നതിന് മുമ്പ് ഇവിടെ സഭ പോകും. ഒരുങ്ങിയിരുന്നോണം. അതാ ഞാൻ മേഘത്തിൻ്റെ കാര്യം പറഞ്ഞത്. ആ മേഘപ്രത്യക്ഷ എപ്പോഴും ഒരു കാഹളം ധ്വനിക്കുവാൻ ദൈവങ്ങൾ ഒരുങ്ങിയിരിക്കണം. സ്തോത്രം. അപ്പം ആ മേഘമാണ് നമ്മെ നടത്തുന്നത്. ആ മേഘത്തിലാണ് കർത്താവും പറഞ്ഞത്. നമുക്ക് മത്തായിയുടെ സുവിശേഷം 24:30 വായിച്ചേ. ആ 30 തോന്നുന്നു. സ്തോത്രം. ഒന്ന് വായിച്ചേ. 24:30 ആ ഭാഗം തന്നെയാണ്. ഒന്നുകൂടെ വായിച്ചേ. 24. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. ആമേൻ. കണ്ടോ? സ്തോത്രം. കണ്ടോ? ഇവിടെ ആ മറഞ്ഞ മേഘം, മറച്ച വേഗത്തിൽ മത്തായി ലൂക്കോസിലുമുണ്ട്, മാർക്കോസിലുമുണ്ട്. ആമേൻ. അവൻ മഹാശക്തിയോടെ. ഇതൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യം. ദൈവം പറഞ്ഞ് ഈ മേഘത്തിന്റെ രീതിയാ പറഞ്ഞു വരുന്നത്. ആ കാര്യം എല്ലാം മേഘത്തിൽ ഏലിയാവിൽ കൂടെ മറഞ്ഞ ആ കാര്യം, ആ ഇതൊക്കെ ഇടപെട്ട കാര്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ മറച്ചു. അവിടെ അപ്പോസ്തലനായി വിവരിക്കുന്ന മത്തായി പറയാണ്, അവൻ കർത്താവ് വേഗത്തിൽ അവൻ പ്രത്യക്ഷപ്പെടും. ആ മറഞ്ഞ് നിങ്ങൾ കാണുന്നത് പോലെ തന്നെ കാണുമെന്നല്ലേ പറഞ്ഞത്. ആ കർത്താവ് വരാൻ ഏറ്റവും അടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ വാഞ്ചിക്കണം കേട്ടോ. സ്തോത്രം. നമ്മൾ ഇവിടുന്ന് പോയില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ്. സ്തോത്രം. നമ്മൾ ഒരുക്കിയിരിക്കുന്ന രാജ്യം വെളിപ്പാട് പുസ്തകം 21 ആ രാജ്യത്തിനെ കുറിച്ച് 10 മുതൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. 21 അവിടെ ഇരിക്കുന്ന മനോഹരമായിരിക്കുന്ന ഒരു സൗധം ഇറങ്ങി വരുന്നുണ്ട്. അതാണ് ആ സൗധം. ഈ ലോകത്തിൽ ഈ കാണുന്നത് ഇവിടെ നമ്മൾ കെട്ടിടമുണ്ടാക്കിയിരുന്ന പത്രോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ഭൂമിയും അതിൻ്റെ പൂർത്തികളും വെന്ത് ഉരുകി പോകും. എല്ലാം നാസ്തിയായി തീരും. എന്നാൽ ഇതെല്ലാം മാറ്റി ഇതാ എന്നും നിൽക്കുന്ന ഒരു നിത്യരാജ്യം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. അവിടെ പോകാനാ നമ്മൾ ദൈവദാസ നിത്യത്തെക്കുറിച്ച് പറഞ്ഞു. ഇസ്രായേലിൻ്റെ ചരിത്രമാണ്. ഇസ്രായേലും പോകുന്നത് ആ വാഗ്ദത്ത ദേശത്തിലേക്ക് അവർ നടത്തിയത്. പക്ഷേ നമുക്കൊരു കാര്യം അബ്രഹാമിനോടാണ് പറഞ്ഞത്. പക്ഷേ അബ്രഹാം ഒരു കാര്യം ചെയ്തു കേട്ടോ. നിങ്ങൾ വേദപുസ്തകം പഠിച്ചാൽ, അബ്രഹാമിൻ്റെ ചരിത്രം പഠിച്ചാൽ ഇങ്ങനെ വായിക്കുന്നു. എബ്രായ ലേഖനം 11:7-8-9 വാക്യം ഇങ്ങനെ വായിക്കുന്നു. അബ്രഹാം തനിക്ക് കിട്ടിയ ദേശത്ത് ഒരു ദേശം അബ്രഹാമിന് കൊടുത്തു. ഈ ഭൂമിയിൽ ഒരു ദേശം ദൈവം അവകാശമെന്ന് പറയുവാൻ ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ ആർക്കേ ഉള്ളൂ? അബ്രഹാമിന് മാത്രമേ ഉള്ളൂ. മുമ്പേ ലോതി പറയുന്ന അമോന്യരെ പറഞ്ഞ് മോവാബിരെ അവർക്ക് കൊടുത്തു ഒക്കെ പറയുന്നു. എന്നാൽ അവകാശം പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ ദേശം അത് ആർക്ക്? അബ്രഹാമിന് മാത്രമേ ഉള്ളൂ. അവിടെ ഇന്നും യുദ്ധം നടക്കുന്നത് അല്ലേ? ആ സ്ഥലത്ത് അവിടെ പാർക്കുമ്പോൾ എങ്ങനെ അബ്രഹാം പാർത്തെന്നറിയാമോ? ആ ഭാഗം നിങ്ങളത് വായിച്ചു നോക്കുക. അവൻ പരദേശിയായി ആ കൂടാരം മാറ്റി എങ്ങോട്ടാ നോക്കുന്നത്? ദൈവം ശില്പിയായും അടിസ്ഥാനമിട്ടിരിക്കുന്ന ഒരു നഗരത്തിനായി കാത്തിരുന്നു. ആ നഗരമായി ഇറങ്ങി വരുന്നത്. അവിടെ നാം പോകുന്നത്. സ്തോത്രം. ലൂക്കോസ് 13 വായിക്കുന്നു, ഇങ്ങനെ വായിക്കുന്നു. ദൈവരാജ്യത്തിൽ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ അവർ പന്തിയിലിരിക്കും. നമ്മൾ പന്തി പോയിരിക്കും. സ്തോത്രം അല്ലേ? സ്തോത്രം. ഈ പന്തിയിൽ ഇരുന്നില്ല, നഷ്ടമാ. നമ്മൾ ഓർക്കണം. അവർ ഇറങ്ങി വരും. ആ കെട്ടിടം ഇറങ്ങി വരുമ്പോൾ അവിടെ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? എബേസ്യ ലേഖനം 5:26 ഇങ്ങനൊരു വാക്യമുണ്ട്. അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി കളം ചുളുങ്കമൊന്നുമില്ലാതെ തന്നെ മുൻനിർത്തേണ്ടതിന് തേജസ്സിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത ഒരു കർത്താവ്. സ്തോത്രം. ചുളുങ്ക ഒന്നുമില്ലാത്ത ഒരു സഭ. ആ തേജസ് കർത്താവിനെ കാണണ്ടേ? അപ്പോൾ ഈ മേഘത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ മത്തായി എഴുതിയിരിക്കുന്നത് ആ മേഘത്തിൽ അവൻ വെളിപ്പെട്ട് വരും. അതിൻ്റെ സമാപനം ഏതാണ്ട് എല്ലാ കാലത്ത് അതിൻ്റെതായ രീതികളൊക്കെ ഈ രാജ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 2-3 വർഷമോ കോവിഡായിരുന്നു. അപ്പോൾ ഇപ്പോൾ യുദ്ധങ്ങൾ വരുന്നു. കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ട് ചെറുതായിട്ടൊന്ന് മുട്ടി അല്ലേ? അത് പെട്ടെന്ന് മാറിപ്പോയി. ഇതൊക്കെ സംഭവിക്കുമ്പോൾ അവൻ്റെ ലക്ഷണം അടുത്തടുത്ത് വരുന്നു. ഒരുങ്ങിയിരിക്കുക. സ്തോത്രം. ഒരുങ്ങിയിരിക്കുക. കർത്താവേ, എന്നെ നഷ്ടപ്പെടുത്തി എനിക്ക് ആ രാജ്യത്തിൽ വരണം.
അതിനിതാ എന്നെ തന്നെ ഏൽപ്പിക്കുന്നുള്ള പ്രാർത്ഥനയോടെ തന്നെ ദൈവങ്ങളായിരിക്കണം. ഒരൊറ്റ വാക്യം കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. സ്തോത്രം. വെളിപ്പാട് പുസ്തകം എടുത്തോട്ടെ, അതിൻ്റെ 14-ാം അധ്യായം, അതിൻ്റെ 14, 15, 16 വാക്യങ്ങളത് വായിച്ചാട്ട്. വെളിപ്പാട്. പിന്നെ ഞാൻ വെളുത്തൊരു മേഘവും മേഘത്തിന്മേൽ മനുഷ്യപുത്രന് സദൃശനായ ഒരുത്തൻ തലയിൽ പൊൻകിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമായി ഇരിക്കുന്നതും കണ്ടു. മറ്റൊരു ദൂതൻ ദേവാലയത്തിൽ നിന്നും പുറപ്പെട്ട് മേഘത്തിന്മേൽ ഇരിക്കുന്നവനോട്, കൊയ്ത്തിന് സമയം വരുന്നതുകൊണ്ട് നിന്റെ അരിവാൾ അയച്ചു കൊയ്യുക, ഭൂമിയിലെ വിളവ് വിളഞ്ഞുണങ്ങിയിരിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മതി. മേഘത്തിൽ ഇരിക്കുന്നവൻ കണ്ടോ, മേഘത്തിൽ ഒരുത്തൻ ഇരിക്കുന്നുണ്ട്. സ്തോത്രം. ആ മേഘത്തിൽ ഇരിക്കുന്ന ഒരു സ്വർഗീയ പിതാവ് നമുക്കുണ്ട്. ഇതെല്ലാം നമ്മൾ മേഘത്തിന്റെ കാര്യമാണ് പറഞ്ഞു. ഇവിടൊക്കെ മേഘമാ അതിൻ്റെ പ്രധാന ഘടകം അല്ലേ. നമ്മൾ ഓർക്കണം, മേഘം എന്നൊക്കെ പറഞ്ഞ് കാണുന്ന മഴ പെയ്യുന്ന മേഘത്തെക്കുറിച്ചാണ്. അതൊക്കെ ഒന്ന് പറയെങ്കിൽ അതൊക്കെ ദൈവത്തിൻ്റെ സ്ഥാനം. നമ്മൾ 103-ാം സങ്കീർത്തനം 104-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം ഒന്ന് എടുത്ത് ആ വാക്യം ഒന്ന് വായിച്ച്. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? 104-ാം സങ്കീർത്തനം 3-ാം വാക്യം. അവൻ തന്റെ മാളികകളുടെ തുലാങ്ങളെ വെള്ളത്തിന്മേൽ നിരത്തുന്നു, മേഘങ്ങളെ തന്റെ തേരാക്കി കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. മേഘങ്ങളെ തന്റെ തേരാക്കി കാറ്റിന്റെ ചിറകിൽ സഞ്ചരിക്കുന്നു. മേഘം തന്റെ തേരാണ്, വാഹന മൃഗമാണ്. ആ മേഘത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ദൈവം ചെയ്യുന്നത്. ആ മേഘത്തിന്റെ പ്രക്രിയ നോക്കുക. പുറപ്പാട് തുടങ്ങി വെളിപ്പാട് വരെയുള്ള കാലഘട്ടങ്ങളിൽ പല ഭാഗങ്ങൾ കൂടെ ഞാൻ തൊട്ട് പോയത്. ഇവിടൊക്കെയും ദൈവത്തിന്റെ വലിയ സാന്നിധ്യം, ദൈവത്തിന്റെ ആ പ്രക്രിയ, ഇടപെടലുകൾ. ഇവിടെ വായിക്കുന്ന മേഘത്തിൽ ഇരിക്കുന്നവൻ. ഒന്നുകൂടെ വായിച്ച, മേഘത്തിൽ ഇരിക്കുന്നവൻ. വെളിപ്പാട് 14. മതി. അവൻ കൊണ്ട് ആ മേഘത്തിൽ ഇരിക്കുന്നവൻ കയ്യിൽ വരിവാൾ പിടിച്ചിരിക്കുകയാണ്. ഈ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഇവിടുന്ന് സഭ മാറ്റപ്പെട്ടു പോയി. ഈ വെളിപ്പാട് പുസ്തകം പഠിക്കുന്ന രീതിയുണ്ട്. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 18, 10, 20, 19, 20 വാക്യം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നീ കണ്ടതും ഇപ്പോഴുള്ളതും മേലാൽ സംഭവിക്കാനുള്ളത്. ഈ വെളിപ്പാട് പുസ്തകം തന്നെ 3 കാലഘട്ടമാണ്. 1-ാം അധ്യായത്തിൽ നീ കണ്ടത് ഏതാ? യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് പസ്മോസിൽ. 2 എന്ന് പറയുന്നത് 2 നീ കണ്ടത്. 3, 7 ആ 2, 3 സഭ ഏതാ? 7 സഭ. സ്തോത്രം. പിന്നെ 4 മുതൽ 22 വരെ അധ്യായം ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഇതുവരെ സംഭവിക്കാത്ത കാര്യമായി പറയുന്നത് നമ്മൾ ചിലപ്പോൾ വ്യാഖ്യാനിക്കും, ദേവദാസന്മാർ വ്യാഖ്യാനിക്കും. ഈ പുസ്തകം എവിടെ? ഇത് നമ്മൾ പഠിക്കുമ്പോൾ ഇതുവരെ സംഭവിക്കാത്ത കാര്യമായി ഏത്? ഈ പറഞ്ഞ 14. അത് ഈ അന്തിക്രിസ്തു എന്ന് ഈ പറയുന്ന വെളുത്ത് വേഗരിക്കുമ്പോൾ ഈ സഭ ഇവിടുന്ന് മാറ്റപ്പെട്ടു പോയി. സ്തോത്രം. അപ്പോൾ ആരുടെ കാലമുണ്ട്? യഹൂദന്റെ ഒരു സമയമുണ്ട്. ചരിത്രം പഠിച്ചാൽ യോഹന്നാൻ ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. അവർ 70 ആഴ്ചവട്ടം. അതൊരു വേറെ ഒരു പ്രസംഗമാണ്. ഞാൻ നിന്റെ ജനത്തിനും ഒരു 70 ആഴ്ചവട്ടം നിയമിച്ചിട്ടുണ്ട്. 69 കഴിഞ്ഞു. 70 ഇതുവരെ പ്രവേശിച്ചിട്ടില്ല. ഇവർ ചരിത്രം ബൈബിൾ പഠിക്കുമ്പോൾ കാണും 69 കഴിഞ്ഞ് 70ലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വലിയൊരു ഇൻഡിപെൻഡന്റ് കാലഘട്ടം. അതിന് ദൈവശാസ്ത്രമായി പറഞ്ഞാൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 48, 8, 9 വാക്യങ്ങളെ വായിക്കുന്നു. ഇതാകുന്നു രക്ഷാ ദിവസം, ഇതാകുന്നു സുപ്രസാദ കാലം. ഈ കാലഘട്ടം നീണ്ടു കിടക്കുക. അവരോട് ഇതുവരെ ഇടപെട്ടിട്ടില്ല. എന്താ താമസിക്കുന്നത്? അറിയാമോ? പൗലോസിന്റെ ഭാഷയിൽ പറയാം. പൗലോസ് പറഞ്ഞു, റോമാലേഖനം 11 വായിക്കുന്നു, ജാതികളുടെ പൂർണ്ണ സംഖ്യ തികയുവോളം ഇതുവരെ തികഞ്ഞിട്ടില്ല. തികഞ്ഞാൽ അപ്പോൾ കാഹളം ധ്വനിക്കും. എത്ര പേർ രക്ഷിക്കപ്പെടും? ഇവിടെ ആരെങ്കിലും എത്ര പേർ രക്ഷിക്കപ്പെടാനുണ്ട്? ഈ ലോകത്തിൽ എത്ര പേർ രക്ഷിക്കപ്പെടണമെന്ന് ദൈവത്തിനൊരു നിശ്ചയമുണ്ട്, പ്ലാനുണ്ട്. ആ ജാതികളുടെ പൂർണ്ണ സംഖ്യ തികയുമ്പോൾ കാഹളം ധ്വനിക്കും. സ്തോത്രം. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഏറ്റുപടി കഴിഞ്ഞ ശേഷം യഹൂദനോട് ഇടപെടും. അവരുടെ ആ 70 ആഴ്ച തുടങ്ങും. സ്തോത്രം. അരിവാൾ എപ്പോഴാണ് പറയുന്നത്? യഹൂദനെ എന്ത് ചെയ്യും? യഹൂദൻ ഈ പറയുന്ന എതിർ ക്രിസ്തു ശക്തിയോട് എതിർക്കും. അപ്പോഴാണ് ഇങ്ങനെ വായിക്കുന്നത്. അതിൻ്റെ അവസാന വാക്യം ഇങ്ങനെ വായിക്കുന്ന അവരുടെ രക്തം എത്ര ഒഴിക്കുന്നൊന്ന് വായിച്ചേ. അതിൻ്റെ അവസാനത്തെ വാക്യം 14 അവസാനം. അവരുടെ രക്തം 200 നാഴിക ദൂരത്തോളം ഒഴുകി.
യഹൂദന് ഏറ്റവും വലിയ പീഡ വരും. കാരണം ഇങ്ങനെയാണ്, അവർ കുത്തിയവെങ്കിലേക്ക് നോക്കണം. അവിടെയാണ് നോക്കുന്നത്. അവർ നോക്കണം. യേശു ക്രിസ്തുവിനെ അവർ ദുഷിച്ചു, അവർ തള്ളിക്കളഞ്ഞു. അവർ തള്ളിയത് കൊണ്ടാണ് നമുക്ക് രക്ഷ വന്നത് കേട്ടോ. അത് ഓർക്കണം, അത് മനസ്സിലാക്കണം. അവർ ഏറ്റെടുത്തിരുന്നെങ്കിൽ നമുക്കിന്ന് ഈ രക്ഷയില്ല. സ്തോത്രം. അവരെ എന്ത് ചെയ്തു? അല്പം മാറ്റി. സ്തോത്രം. അവരെ നിർത്തി, അവരെ അങ്ങോട്ട് മാറ്റി നിർത്തി. ആ രക്ഷ ആർക്ക് തന്നു? നമുക്ക് തന്നു. അതുകൊണ്ട് ആ മേഘത്തിൽ വന്ന് നമ്മെ ഇവരെ ചേർത്ത് ഇവരോട് ഇടപെട്ട് ആ ഒരുക്കുന്ന രാജ്യം, അതാ മേഘം. ആ മേഘത്തിൽ ഇരിക്കുന്നവൻ അവൻ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടം വരും. ആ മേഘത്തിൽ വെളിപ്പെടുന്ന ഒരു ദൈവം അവൻ നമുക്ക്. ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ദാനിയേൽ 7:13. രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടെ വരുന്നത് കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ വന്നു. അവൻ അവനെ അവന്റെ മുൻപിൽ അടുത്തു വരുമാറാക്കി. സകല വംശങ്ങളും ജാതികളും അവിടെ ഇരിക്കുന്നത് ഒന്നുകൂടെ വായിച്ച വാക്യം ഒന്നുകൂടെ. രാത്രി ദർശനത്തിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടെ വരുന്നത്, ആകാശമേഘങ്ങളിൽ കൂടെ വരുന്നത് ഞാൻ കണ്ടോ. സ്വർഗീയ ദർശനത്തിന്റെ പ്ലാൻ. ദാനിയേൽ നോക്കുമ്പോൾ വേറെ ഒരു കാലഘട്ടത്തിൽ കൂടെ പറയുമ്പോഴും ദാനിയേലിൽ കൂടെ ഒരു ദർശനം പറയും. ആകാശമേഖലയിൽ കൂടെ സ്വർഗീയ പിതാവിന്റെ അരികിലേക്ക് തന്റെ പുത്രൻ ദൈവതമ്പുരാൻ കടന്നു വന്ന് സംസാരിക്കുക എന്നാണ്. ഈ ലോകത്തിന്റെ ന്യായവിധിയുടെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന രീതിയാ. സ്തോത്രം. അവിടെയൊക്കെ ഈ പദ്ധതിയുണ്ട്. ദൈവമക്കളെ, നമ്മളെക്കുറിച്ചുള്ള രീതി, ഈ ലോകത്തെക്കുറിച്ചുള്ള വിധി എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം ഇടുകയാണ്. ഇവിടെ വായിക്കുന്ന മേഘത്തിരിക്കുന്നവൻ ആമൻ തന്നോട് പറയുക. സ്തോത്രം. ആമൻ വിളവ് ഉണങ്ങിയിരിക്കിയാൽ മുന്തിരിക്കുല അറുക്കുവിനെന്ന് പറഞ്ഞു. അറുത്തു. യഹൂദനെ അത്രയും പീഡിപ്പിക്കുന്ന ഒരു കാലഘട്ടം അത് എതിർക്രിസ്തുവിൻ്റെ കാലഘട്ടമാണ്. അവൻ വെളിപ്പാട് പുസ്തകം തന്നെ 6-ാം അധ്യായത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് എങ്ങനെയാണ്? അവൻ ജയിക്കുവാനായും പുറപ്പെട്ടു. അവന് എല്ലാം വാളുണ്ട്, വില്ലില്ല. അവർ കരുതും സമാധാനത്തോടെ വരുന്ന എതിർക്രിസ്തു വരുന്ന കരുതുന്നത്. പക്ഷെ അവൻ യുദ്ധം ചെയ്യും. അവർ കുത്തിയവെങ്കിലേക്ക് നോക്കും. അവൻ ആ മേഘത്തിൽ വെച്ച് അവരോട് ഇടപെടും. ആ മേഘത്തിൽ കർത്താവ് വെളിപ്പെടുന്ന ആ കർത്താവിനെ നമുക്കും എതിരേൽക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് പോലെ, പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഈ കണ്ടതുപോലെ തന്നെ അവൻ മേഘത്തിൽ വെളിപ്പെടും. ആ കർത്താവിനായി നമുക്ക് ഒരുങ്ങാം. ആ മേഘത്തിൽ കർത്താവ് വെളിപ്പെടുമ്പോൾ നമുക്കും അവനോട് കൂടെ അവൻ ഒരുക്കുന്ന രാജ്യത്തിൽ പോകാം. അതിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട്, അതിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു. വലിയവനായി കർത്താവ് സഹായിക്കട്ടെ. എനിക്ക് അവസരം തന്ന പ്രിയപ്പെട്ട സഹോദരിക്കും ദൈവമക്കൾക്കും എല്ലാവർക്കും അതിന് പറയുന്നു. കർത്താവ് നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. ഓക്കെ, പ്രൈസ് ദി ലോർഡ്.